എറണാകുളം പെരുമ്പാവൂർ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട മുൻ മാനേജർ മനാഫിനെതിരെ വീണ്ടും കേസെടുത്തു. അപകീർത്തികരമായ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചുവെന്ന പരാതിയിലാണ് കേസ്. ഉമേഷ് ഉണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, ആരാണ് പരാതി നൽകിയത്? സമഗ്ര വിവരങ്ങൾ എങ്ങനെ? വിജി, ഈ പെരുമ്പാവൂരിലെ സ്വകാര്യ സ്ഥാപനമായ കെൽട്രോ ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനമാണ്. ഈ കെൽട്രോയിലെ മുൻ മാനേജറായ മനാഫിനെതിരെ നേരത്തെ ഒരു കൊല്ലം സ്വദേശിനിയായ യുവതി പരാതി നൽകിയിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുപോലുള്ള അത്തരം സംഭവങ്ങൾ ഈ യുവതിക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. ഈ കഴുത്തിൽ ബെൽറ്റിട്ട് നടത്തിക്കുന്നത് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. എന്നാൽ ദൃശ്യങ്ങളിൽ കണ്ട യുവാക്കൾ അവരുടെ പരാതിയിലാണ് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത്. യുവാക്കളും കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഇതിൽ പോലീസ് വിശദമായ നിയമോപദേശം അടക്കം തേടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസ് നിലനിൽക്കും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അപകീർത്തികരമായ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചു എന്ന കുറ്റത്തിന് ഈ മനാഫിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ കെൽട്രോ എന്ന സ്ഥാപനത്തിലെ മുൻ മാനേജറാണ് മനാഫ്. മനാഫാണ് തങ്ങളെ കൊണ്ട് ഇങ്ങനെ നിർബന്ധിച്ച് ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചത് എന്ന് ഈ യുവാക്കളടക്കം നേരത്തെ പോലീസിന് മൊഴി നൽകിയിരുന്നു. യുവതിയും സമാന പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. അവിടുത്തെ ഈ കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ അയാളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മനാഫ് ഇത്തരത്തിൽ തങ്ങളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ചെയ്യിപ്പിച്ചതിന് ശേഷം ആ ദൃശ്യങ്ങൾ പകർത്തി യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിച്ചത് എന്നുള്ളതായിരുന്നു ആരോപണം. ആ പരാതിയിൽ നേരത്തെ യുവതിയുടെ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തു. അതിന് പിന്നാലെ ഇപ്പോൾ രണ്ട് യുവാക്കളുടെ പരാതിയിലും സമാന സ്വഭാവത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഉമേഷ്, ഇത് വ്യാജ വീഡിയോ ആണെന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്, അല്ലേ? അതായത് വീഡിയോ ചിത്രീകരിച്ചത് മനാഫാണ്. അവരെ കൊണ്ട് ആ സംഭവം നടന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് ഈ മനാഫിന്റെ ഭീഷണിക്ക് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തൊഴിൽ പീഡനമല്ല, പകരം ഈ ഉടമയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനാഫ് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. ആ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തൊഴിൽ പീഡനം നടന്നോ ഇല്ലയോ എന്ന സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണ്. നിലവിൽ ഈ മനാഫ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു, അത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. അതിനാണിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, വ്യക്തമാണ് ഉമേഷ്. എറണാകുളം പെരുമ്പാവൂർ തൊഴിൽ പീഡനവുമായി ബന്ധപ്പെട്ട മുൻ മാനേജർ മനാഫിനെതിരെ വീണ്ടും കേസ് എടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് ഉമേഷ് പങ്കുവച്ചത്.